ഇതേപോലെയുള്ള തേങ്ങ അരച്ച മീൻകറി ഇഷ്ടപ്പെടാത്ത ആരുമില്ലല്ലോ. അതേപോലത്തെ ഒരു മീൻകറിയും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ അയിലക്കറിയാണ് ഇതേട്ടാ. നല്ല ചോറ്, ചപ്പാത്തി, പൊറോട്ട എന്തിനു വേണമെങ്കിൽ കഴിക്കാം, പത്തിരി. അതിന് വേണ്ടി ഒരു മിക്സി എടുത്ത് അതിലേക്ക് തേങ്ങ, ഉള്ളി, പച്ചമുളക്, തക്കാളി, പെരിഞ്ചീരകം, അതേപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു കഷ്ണം ഇഞ്ചി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് നല്ലതുപോലെ മഷി പോലെ നല്ലതുപോലെ അരച്ചെടുക്കുക. അരച്ച് മാറ്റി വെച്ചതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു ഉലുവ പൊട്ടിച്ചിട്ട് വരുമ്പം അതിലേക്ക് നമ്മൾക്കൊരു ഉള്ളിൻ്റെ പാതി നല്ലതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അത് ചേർത്ത് കൊടുത്ത ശേഷം അത് നല്ലതുപോലെ മൂത്ത് വരുമ്പം അതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തിട്ട് അതും മൂത്ത് വരുമ്പം അതിലേക്ക് ഞാൻ കുറച്ച് നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ലതുപോലെ പിഴിഞ്ഞ് പുളിവെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങൻ്റെ കൂട്ടും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കി ഒന്ന് അടച്ചു കൊടുത്ത് നല്ലതുപോലെ തേങ്ങക്കൂട്ട് നല്ലതുപോലെ തിളച്ച് വെന്ത് വരുമ്പം അതിലേക്ക് നമ്മളെ ഫ്രഷായിട്ടുള്ള അയില കഷ്ണങ്ങൾ ഓരോന്നായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അടച്ച് വെച്ച് നല്ലതുപോലെ തിളപ്പിച്ച് അതൊന്ന് വേവിച്ചിട്ടെടുക്കണം. പിന്നെ നമ്മൾ കയ്യിലിട്ടിട്ടൊന്നും കഴിക്കാൻ പാടില്ല. നമ്മളതിങ്ങനെ എടുത്തൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോകുമ്പം അതിൻ്റെ മുകളിൽ കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മളെ കറി ഇതേപോലെ സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം. നിങ്ങൾ റംലാസ് കിച്ചൺ ഫോളോ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാം, സപ്പോർട്ട് തരാം. താങ്ക് യു.